ഹലോ ഗൈസ്, ഇറ്റ്സ് മുഹമ്മദ്. വെൽക്കം ടു 2T വ്ളോഗ്സ്. 15 റിയാലിന് കാറ് ആകെ പുറക്കെ നല്ല വൃത്തിയിൽ കഴിക്കരുന്ന് പറയുന്നത്. കിങ് അബ്ദുള്ള റോട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തലക്കറിക്കുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. കൊടമ്പിലേക്ക് ഇട്ടാ കോഴിക്കോടൻ സ്റ്റൈൽ നിഞ്ച തമ്പിനയിൽ കൊടുക്ക കോഴിക്കോടുകാരൻ്റെ സ്റ്റൈൽ മീൻകറി 2 റിയാലിന്റെ സാധനങ്ങളാട്ടേക്കാണ്. ഗൈസ്, ഇന്ന് ഞായറാഴ്ചയാണ്, എനിക്ക് ഓഫാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ റൂമിലേക്ക് കിടന്നുറങ്ങിയത്. അപ്പോൾ അവൻ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ വരുന്ന വഴിയാണ്. സമയം ഇപ്പോൾ 9:30 ആയിട്ടുള്ളൂ. കാര്യമായിട്ടൊന്നുമില്ല, ഒരുപാട് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഇന്ന് 1-2 പരിപാടികളുണ്ട്. വണ്ടി സർവീസ് ചെയ്യണം. 1.5 കിലോമീറ്റർ ആയിട്ടുണ്ട്. കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. 48,490 കിലോമീറ്റർ സർവീസ് വരുന്നത്. ഇതിപ്പോൾ 50 കഴിഞ്ഞ് 50,300 ഏകദേശം 2,000 കിലോമീറ്ററിൻ്റെ അടുത്ത് ഞാൻ എക്സ്ട്രാ ഓടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൊണ്ടുപോയിട്ട് എന്തായാലും സർവീസ് ചെയ്യണം. പിന്നെ വാട്ടർ സർവീസും ചെയ്യണം. വണ്ടിയൊക്കെ ആകെ ഡസ്റ്റായിട്ട് കിടക്കണേ. പിന്നെ മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം വണ്ടി സ്റ്റിക്കർ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒരു വൃത്തികേടുണ്ട്. പിന്നെ ഞാൻ വാട്ടർ സർവീസിന് പോകുന്ന സ്ഥലം നസീമ ഭാഗത്താണ്. എനിക്ക് ഇവിടുന്ന് 20-25 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. 15 റിയാലിന് കാറ് ആകെ പുറക്കെ നല്ല വൃത്തിയിൽ കഴുകിത്തരുമെന്ന് പറയുന്നുണ്ട്. ഞാൻ റിയാദിൽ ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഈ റേറ്റിന് വേറെ ഉണ്ടോയെന്ന് അറിയില്ല, ഇതിലിപ്പോൾ ഉണ്ടായിരിക്കാം. എങ്കിലും ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എനിക്കതൊരു ലാഭമായിട്ട് തോന്നിയപ്പോൾ ഞാൻ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്നുള്ള മൈൻഡിലും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ 10 റിയാലിനൊക്കെ ഇവിടെ ബംഗാളീസ് നമുക്ക് കഴുകി തരും. പക്ഷേ അവർ പുറം ഭാഗം മാത്രം കഴുകി തരുള്ളൂ. അകം വല്ലാണ്ട് അവർക്ക് കെയർ ചെയ്യില്ല. ജസ്റ്റ് ഒന്ന് തുടച്ച് തരുള്ളൂ, അല്ലാണ്ട് കെയർ ചെയ്യില്ല. ഇത് നമുക്ക് മാറ്റ് ഞാനിപ്പോൾ പോണ സ്ഥലത്ത് 15 റിയാലിന് പുറമൊക്കെ നല്ല വൃത്തിയിൽ കഴുകി, അവർക്ക് നല്ല വാക്യൂം ചെയ്ത് വൃത്തിയാക്കി തന്ന് മാറ്റൊക്കെ കഴുകി അവർ കവറിട്ട് തരും. ഇത്ര റിയാദിൽ വണ്ടി ഉപയോഗിക്കുന്ന ആരെങ്കിലും നിങ്ങൾ അറിവിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളെ. പഴയ ആളുകൾക്കൊക്കെ അറിയായിരിക്കും. ഞാൻ പുതിയ ആളുകളെ മെയിനായിട്ട് പുതിയ ആളുകൾ ഉദ്ദേശിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഏതായാലും റൂം എത്തിയിട്ടുണ്ട്. ഞാൻ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങണം. അങ്ങനെ ഫ്രഷായി ഇറങ്ങിയിട്ടാ വണ്ടി അവിടെ എടുക്കുന്നുണ്ട്. ഞാൻ വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. കുറച്ച് ചില സ്ഥലങ്ങളിലൊന്നും സ്റ്റിക്കർ റിമൂവ് ആക്കിയില്ല. ഇത് ഭയങ്കര ഇടങ്ങറ് പിടിച്ച പണിയാണ്. കയ്യൊക്കെ വേദന എടുക്കണം. ഫ്രണ്ടിൽ ബമ്പറും റിമൂവ് ആക്കിയിട്ടില്ല. ഏതായാലും വണ്ടി കഴുകുക. വണ്ടിയൊക്കെ ആകെ അലമ്പായിട്ടൊക്കെ എടുക്കണം. പുറത്ത് നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പോണ വഴിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ. അവനെ പിക്ക് ചെയ്തിട്ട് അങ്ങനെ പോകാം. ഏതായാലും നമ്മൾ കിങ് അബ്ദുള്ള റോട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു 8 മിനിറ്റ് യാത്ര ഉണ്ട് അവൻ്റെ അടുത്തേക്ക്. പുറത്ത് നല്ല ചൂടുണ്ട് കേട്ടോ. സമയം 10:15, 41 ഡിഗ്രി പറയുന്നുണ്ട് ഗൂഗിള്. 44 വരെ ആകുന്നും പറയുന്നുണ്ട്. വാതിലോർക്കണോ? അവന് നമ്മുടെ നിഞ്ചയുടെ ഒരു ഓഫർ നടക്കണല്ലോ, അതുവഴി അവനെന്തോ ഒരു ഗ്രോസറി ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടവർക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയുള്ള വീഡിയോ കണ്ടാൽ മതി. 30 രൂപയുടെ ഒരു ഓഫർ നടക്കുന്നുണ്ട്. ആദ്യമായിട്ട് അക്കൗണ്ട് ലോഗിൻ ചെയ്യുന്നവർക്ക് 30 രൂപയുടെ ഒരു വൗച്ചർ കാർഡ്, ഗിഫ്റ്റ് വൗച്ചർ കാർഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ സൗദിയിലുള്ളവർക്ക് അത് വളരെ ഉപകാരമാണ്. സാധനം കിട്ടി. ഇതെന്താ സാധനം കിട്ടിയിട്ട് നമുക്ക് റൂമിൽ പോയിട്ട് എന്താ നോക്കാം. ഇതെന്താ സാധനം? എന്താ ആശിക്ക, ഇതെന്താ സാധനം? എത്ര രൂപ? 11 റിയാലിന് ഒരു വലിയ ചിക്കന്. എത്ര ഗ്രാമാ? 1200 ഗ്രാമിൻ്റെ ചിക്കന്, 2 പെപ്സി. അതിനെന്താ 5 പെപ്സിയാ? 5 പെപ്സി പ്രഗൽഭ ഷെഫാണ് ഗൈസ്. എന്ത് വേറെന്താ നാസ്ത നോക്കിയില്ലടോ? ഇജ് നല്ല ആള് കേട്ടോ. ഇല്ല, ഞാൻ രാവിലെ 2 പൊറോട്ട തിന്ന്. ഫുഡ് ബ്ലോഗ് ആക്കിയാലെന്നാല് ഇല്ല, ഞാൻ ആ സർവീസിന് പോകണ്ടല്ല. ഇപ്പൊ 15 റിയാലിൽ സർവീസ് ഒന്ന് കാണിച്ചു കൊടുക്കാം. അതിനായിക്കൂടെ നമ്മളെ ഒരു തിരിഞ്ഞു കളിയും കാണിക്കാന്നുള്ള മൈൻഡില് തുടങ്ങി. നല്ല തലക്കറിക്കുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. കൊടമ്പിലേക്ക് ഇട്ടിട്ടാ കോഴിക്കോടൻ സ്റ്റൈലെന്ന് പറയണം. നോക്കി നോക്കാം. ഓക്കെ, അവൻ വീണ്ടും അവൻ്റെ റൂമിലുള്ള വേറൊരാളെ മൊബൈലിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. പോയി മേടിക്കാം. നിഞ്ച എത്ര അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി സർവീസ് സെൻ്റർ എത്താറായിട്ടുണ്ട്.
നമ്മളെ 15 റിയാലിൻ്റെ സർവീസ് സെൻ്ററിലേക്ക്. നമ്മളെ വണ്ടി സർവീസിന് കയറ്റിട്ടുണ്ട് കേട്ടോ. ഇവിടെ 8 മാസമായിട്ടുള്ള അത്ര ഈ സർവീസ് സെൻറ്റർ തുടങ്ങിയിട്ട്. എനിക്കറിയില്ല 15 റിയാലിനൊക്കെ ഇങ്ങനെ വേറെ എവിടെയെങ്കിലും വാഷ് ഉണ്ടോ എന്ന് എൻ്റെ അറിവിലുണ്ടോ? 15 റിയാൽ ചെറു വണ്ടികൾക്കൊക്കെ 15 റിയാൽ. പിന്നെ ഇന്നോവ, ഫോർച്യൂണർ, ലാൻഡ് റൈഡർ അങ്ങനത്തെ വലിയ വണ്ടികൾക്കൊക്കെ ഇതുപോലത്തെ വണ്ടിക്കൊക്കെ 20 റിയാൽ. അങ്ങനെ നമ്മൾ വണ്ടി സർവീസ് ചെയ്തിട്ട് ഇറങ്ങിയിട്ടാണ്. അവിടെ നിന്നിട്ട് അധികം സംസാരിക്കാൻ പറ്റില്ല, അവിടെ ഭയങ്കര നോയ്സ് ആയിരുന്നു. ഹോമൊക്കെ ഇട്ട് നല്ല അടിപൊളി വണ്ടി കഴുകി തന്നിട്ടുണ്ട്, നല്ല വൃത്തിയിൽ കഴുകി തന്നിട്ടുണ്ട്. 15 റിയാലിന് വസ്താണ് കേട്ടോ. ഓയിൽ ചേഞ്ച് പിന്നെ അവിടുന്ന് ഓയിൽ ചേഞ്ച് ചെയ്യണവർക്ക് വാട്ടർ സർവീസ് ഫ്രീ ആണ്. അതെ പെട്ടെന്ന് തന്നെ കുറെ ആളുകളൊക്കെ കൂടിയിട്ട് കഴുകി വൃത്തിയാക്കി തരുന്നുണ്ട്. പെട്ടെന്ന് പരിപാടി തീരുന്നുണ്ട്. പിന്നെ വേഗം റൂമിലേക്ക് പോകണം. തലക്കറി വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ. നല്ല കോഴിക്കോടൻ സ്റ്റൈല് തലക്കറി നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ പെട്രോമിനില്ല. അവിടെ പെട്രോമിനുണ്ട് കേട്ടോ. ചെറിയൊരു തിരുത്തുണ്ട്. അങ്ങനെ തന്നെ ചെറിയൊരു തിരുത്തുണ്ട്. ആള് കോഴിക്കോടുകാരാണ് വെച്ചുള്ള, പക്ഷെ കറി കുട്ടനാടൻ സ്റ്റൈൽ അത്ര. അപ്പൊ കോഴിക്കോടുകാരൻ വെച്ച കുട്ടനാടൻ സ്റ്റൈല് തലക്കറി നമുക്കിന്ന് കൂട്ടി ലഞ്ച് കഴിക്കാം. എന്തായാലും ഞാൻ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. കുട്ടനാടൻ സ്റ്റൈൽ മീൻകറി, കോഴിക്കോടുകാരന്റെ കുട്ടനാടൻ സ്റ്റൈൽ മീൻകറി. തമ്പിനയില് കൊടുക്കാം. കോഴിക്കോടുകാരന്റെ കുട്ടനാടൻ സ്റ്റൈൽ മീൻകറി. ഓക്കെ, നമുക്ക് വരുന്ന വഴിക്ക് ഒരു സർവീസ് സെന്റർ കിട്ടി. അവിടെ കയറ്റിയിട്ടുണ്ട് വണ്ടി. ചോറ് വയ്ക്കണം, വേറെ ഒന്നും നോക്കാനില്ല. സെറ്റ് മീൻകറി. ചോറ് ഞങ്ങൾ എക്സ്ട്രാ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ചോറ് കുറവാണ്. തുടങ്ങലെന്നാ കഷ്ണമാണോ? കുട്ടനാടൻ വെച്ചാണ് കുട്ടനാട് നല്ല ഇമ്പോർട്ടഡ് വെളുത്തുള്ളി അച്ചാറും കിട്ടോ. അതാ അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മയങ്ങി. സമയം ഇപ്പോൾ 6:30 ആവണം. ഏതായാലും നമ്മുടെ ചങ്ക് വീണ്ടും നിഞ്ചേന്ന് ഒരു ട്രിപ്പും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അല്ലടോ, ഈ നിഞ്ചനെ മുടിപ്പിക്കോ? ഇതും കൂടി നമുക്ക് കണ്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. എന്തൊക്കെ ഉണ്ടോ അച്ഛനെ? ഇതെന്താ? പാസ്ത, ചെറിയ ചായപ്പൊടി, പാസ്ത. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ വിളിക്കില്ല. ഇതിപ്പോ തിന്നാന് അത് വിളിച്ച് നൈറ്റിൽ ഡയറ്റിന് ബ്രെഡ്. ഇത് ചായപ്പൊടി, അടിപൊളി ചായപ്പൊടി ഉണ്ട്. ഇത് സുഡാൻ്റെ ചായപ്പൊടിയാണ് തോന്നുന്നു. സുഡാൻ്റെ തോന്നുന്നുണ്ട്. ചായപ്പൊടി ബെസ്റ്റ് ചായപ്പൊടി, നല്ല അടിപൊളി ചായയാണ്. ഇല്ലല്ലോ, റേറ്റ് കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ്. ഇത് എത്ര രൂപയായി മൊത്തം? 2 റിയാലിന്റെ സാധനങ്ങളാണ് കാണുന്നത്. അപ്പോൾ വീഡിയോ അതിൻ്റെ പേരും. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. വീഡിയോയിൽ എന്തെങ്കിലും കുറവുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നല്ലൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരണം.